ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും കറമുറ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള മസാല കപ്പലണ്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ഗ്ലാസ് കപ്പലണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2.5 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നല്ല എരിവായിരിക്കും. അപ്പോൾ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് എരിവ് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. ഇപ്പം ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. കായത്തിൻ്റെ പൊടി ഇഷ്ടമില്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കണ്ട. ഞാനിവിടെ 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഞാനിവിടെ സ്പൂൺ വെച്ച് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ കോട്ട് ചെയ്യുന്ന രീതിയിൽ ഈ കപ്പലണ്ടിയിൽ നല്ലതുപോലെ കോട്ടാവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് കൈ കൊണ്ട് കുറച്ച് വെള്ളം കൂടി തളിച്ചാൽ ഇത് കപ്പലണ്ടിയിൽ ഇതെല്ലാം നല്ലതുപോലെ കോട്ടായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 1 സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കപ്പലണ്ടി എടുക്കാം. ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടുകയില്ല, മസാലകളൊന്നും കൈമിൽ ഒട്ടിപ്പിടിച്ച് കപ്പലണ്ടിയിൽ നിന്ന് പോവുകയില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേശ്ശെയായിട്ട് വറുത്തെടുക്കാം. വളരെ കുറച്ച് മാത്രം ഇട്ട് ആദ്യം കൊടുത്താൽ മതി. അല്ലെങ്കിൽ എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കപ്പലണ്ടികളൊക്കെ പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ വേഗം സ്പീഡിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കപ്പലണ്ടിയുടെ ഉൾവശവും ഒന്ന് വെന്ത് വരണമല്ലോ. കപ്പലണ്ടി മൊത്തമായിട്ട് വറുത്ത് വരണം. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ എണ്ണ പതഞ്ഞതൊക്കെ നിന്ന് വരുമ്പോൾ കപ്പലണ്ടി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഫ്രൈയും ആയിട്ടുണ്ടാവും. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാം. ചുവന്ന കളറ് വരാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അപ്പോൾ നമ്മുടെ മസാല കപ്പലണ്ടി കരിഞ്ഞു പോവും. അപ്പോൾ ഇത് നമ്മൾ കോരി മാറ്റി കഴിയുമ്പോൾ അത് ഓൾറെഡി നല്ലതുപോലെ ചുമന്ന് വന്നോളും. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പലണ്ടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കറമുറ കഴിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.